കള്ളനെ കൈയോടെ പൊക്കിയിട്ടുണ്ട്. ലിയോ ഒച്ച കഴിക്കുന്നത് എന്ത് സിമ്പിളായിട്ടാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് നാണോ ഇല്ലേ? സ്നെയിൽ എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ ഒച്ചുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ അഴുക്ക് വെള്ളത്തിലും മണ്ണിലൊക്കെയാണ് ഈ ആഫ്രിക്കൻ ഒച്ച് കൂടുതലായിട്ട് ഉള്ളത്. അത് കാരണം ഈ ഒച്ചുകൾ ക്യാരി ചെയ്യുന്നത് ലങ് വേം പാരസൈറ്റിനെയാണ്. സോ ഈ ലങ് വേം പാരസൈറ്റ് ക്യാരി ചെയ്യുന്ന സ്നെയിലിനെ എങ്ങാനും നമ്മുടെ പെറ്റ് കടിക്കുകയോ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലോട്ടും ഈ ലങ് വേം പാരസൈറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വൊമിറ്റിംഗ്, ലൂസ് മോഷൻ, ഡയേറിയ, അതേപോലെ തന്നെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചുമ, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ കണ്ണിൽ പെടാണ്ട് ഇവർ ചിലപ്പോൾ ഒച്ചിനെ കഴിക്കുമല്ലോ. ഇവൻ ഒച്ചിനെ കഴിക്കാറില്ല കേട്ടോ, അത് വേറൊരു സത്യം. നമ്മൾ കാണാതെ ഇവനെ എടുക്കും, ഒച്ചിനെ എടുത്ത് സേഫായിട്ട് അവൻ്റെ കൂട്ടിൽ ഒരു സൈഡിൽ വെക്കും. അങ്ങനെയാണ് ലിയോ ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങാനും നമ്മൾ കാണാതെ ഇവർ ഒച്ചിനെ കഴിച്ചു, പക്ഷേ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരെന്ത് സൈൻ കാണിക്കുമെന്ന് അറിയാമോ? ഇവരുടെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും, ഇവർക്ക് ശ്വാസം മുട്ടലുണ്ടാവുന്നത് കാണാൻ പറ്റും, ബ്രീത്തിങ്ങിൽ തന്നെ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ നേരെ വിടുക വെറ്റിനറി ഹോസ്പിറ്റലിലോട്ട്. എന്നിട്ട് പറയണം, അവർ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പറയണം ഇവർ സ്നെയിലിനെ കഴിച്ചോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഡീവോമിങ് ചെയ്യണം ഡോക്ടറെ എന്ന് നമ്മൾ പറയണം. ചിലപ്പോൾ ഡോക്ടർ നമ്മളോട് പറയില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറി പറയണം ഡീവോമിങ് ചെയ്യണം എന്നുള്ളത്. ഒച്ചിനെ ലിക്ക് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് നിങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്യിപ്പിക്കണം. അതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് ബോറടിക്കുന്നുണ്ട് ലാവിക്ക് ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ബോറടിക്കുന്നു. എൻ്റെ ഫുൾ എനർജി പോയി. ഇതേപോലത്തെ പാരസൈറ്റ്സിനെ ക്യാരി ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മുടെ പെറ്റ് ലിക്ക് ചെയ്തിട്ടുള്ളത്. സോ ആ വേംസോ അതിൻ്റെ അഴുക്കൊക്കെ ഇവരുടെ വായിലിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കഴുകിച്ച് കൊടുക്കുമ്പം ആ വേംസും അഴുക്കും ഒന്നും ഉള്ളിലോട്ടല്ല പോകേണ്ടത്, പുറത്തോട്ടാണ് പോകേണ്ടത്. സോ നമ്മൾ കഴുകിച്ച് കൊടുക്കുമ്പം ഇങ്ങനെ ഇവരുടെ തല താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഓസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ താഴ്ത്തി വെച്ച് ചെയ്യുന്നത് കാരണം വെള്ളമെല്ലാം താഴോട്ടാണ് പോവുക. ഇപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുക, ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് വെള്ളം അടിച്ചു കൊടുക്കുമ്പം ഇതൊക്കെ എങ്ങോട്ട് പോകും? ഉള്ളിലോട്ട് പോകും. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. താഴ്ത്തി വെച്ചിട്ട് മാത്രം വായൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ മൂപ്പർക്ക് സ്ഥിരം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അല്ലേ കള്ള, മൂപ്പർക്ക് ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അവനറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ ഒച്ചിനെ ഇവൻ എടുത്തിട്ട് ഒരു പ്രശ്നവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒച്ചിനെ എടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഡീവോമിങ് ചെയ്യാറുമുണ്ട് കേട്ടോ. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ലാവിയെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഇഷ്ടമല്ല, മണ്ണിൽ പോയി കളിക്കുന്നത് ഇഷ്ടമല്ല, ചളിയിൽ പോയി കളിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവളെ ബോഡി ചീത്തയായി പോവില്ലേ? കാരണം അങ്ങനെ ചീത്തയായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവളെ കുളിപ്പിക്കില്ലേ? അപ്പോൾ കുളിപ്പിക്കുന്നത് ലാവിക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ചളിയൊന്നും ആവാതെ നീറ്റായിട്ട് ഇരിക്കാനാണ് ലാവിക്ക് ഇഷ്ടം, അല്ലേ? നന്ദി, നമസ്കാരം.